ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ കൊച്ചി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡൈമ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നമ്മുടെ വാവസിന് സ്കൂൾ വെക്കേഷനൊക്കെ തുടങ്ങി. സ്കൂൾ വെക്കേഷനും കഴിയാറായിട്ടോ. ഇനി 2 ഡേയ്സൊക്കെ സ്കൂളിങ്ങ് തുറക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛൻ വലിയ നാരങ്ങ കൊണ്ടുവന്നു കേട്ടോ. അച്ചാറുണ്ടാക്കുന്ന വലിയ നാരങ്ങ എന്ന് വെച്ചാൽ വലിയ നാരങ്ങ. അപ്പോൾ അതെല്ലാം അമ്മ മുറിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചുവന്ന ജീര മേടിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടു. നൈറ്റ് ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നപ്പോൾ പിന്നെ അമ്മാല TV കാണുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫോണൊന്നും അധികം നോക്കത്തില്ല. അപ്പോൾ പിന്നെ ചീരെല്ലാം മുറിച്ച് വെച്ച് രാവിലേക്ക് റിസ്ക് ഇല്ലല്ലോ. അല്ലെങ്കിൽ രാവിലെ എല്ലാ ജോലിയും കൂടി ഒത്തിരി ജോലി ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ ഞാൻ മുറിച്ച് വെച്ചിട്ടോ. അപ്പോൾ അമ്മ നാരങ്ങെല്ലാം മുറിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് പച്ചമുളക് മുറിക്കുകയാണ് കേട്ടോ. പച്ചമുളകും ഉപ്പും നാരങ്ങ ഇത് 3ഉം കൂടിയാണ് മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ അച്ചാറല്ല, നാരങ്ങ ഉപ്പിലാണ് ഇടാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പുളിപ്പിനും എരിവിനും ഉപ്പിനും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ പാലക്കാട്ടുകാർക്ക് വെള്ളച്ചോറൊക്കെ പെട്ടെന്ന് ഇങ്ങനെയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ ഈ അച്ചാർ. അപ്പം അമ്മ എല്ലാം കീറിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മക്ക് ഒട്ടും വയ്യ കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്ത് തരാറുണ്ട്. പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് തരും. അമ്മയ്ക്ക് ഇരുന്നിട്ട് എന്തെല്ലാം ജോലി ചെയ്യാൻ പറ്റുമോ അതെല്ലാം അമ്മ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പം അമ്മ പച്ചമുളകെല്ലാം മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. എനിക്കിഷ്ടമാട്ടോ ഈ അച്ചാർ, നല്ല ടേസ്റ്റ്. ഇനി ഇതിൽ തന്നെ അമ്മ കുറച്ച് ഉപ്പൊക്കെ ഇങ്ങനെ ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് അമ്മ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സിങ് ആക്കുന്നുണ്ടോ. എന്നിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കാൻ. അപ്പോൾ 1-2 ദിവസം ഇങ്ങ് അതിൽ തന്നെ കുതിർന്ന് അങ്ങനെ കിടക്കുമ്പോൾ ഉപ്പെല്ലാം നല്ലോണം സെറ്റായി ഇങ്ങ് പിടിക്കും കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റാണ്. ഒന്ന് തന്നെ കഴിച്ചാൽ മതി. നല്ല പുളിപ്പ്, നല്ല എരിവ്, ഉപ്പ്, നല്ല ടേസ്റ്റാണ്. പിന്നെ വെണ്ടയ്ക്ക മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വെണ്ടയ്ക്ക കറിയൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ നാരങ്ങെല്ലാം റെഡിയാക്കി തന്നു. അമ്മ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ അമ്മ സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ഭാഗത്ത് ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വെണ്ടയ്ക്കെല്ലാം കഴുകി കൊടുത്തായിരുന്നു. വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ പോകണം. എനിക്ക് വെണ്ടയ്ക്ക കറി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. സാമ്പാറൊക്കെ എത്ര കറി വെക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് വെണ്ടയ്ക്ക ആക്കാമെന്ന് വെച്ച് വെണ്ടയ്ക്ക വെക്കാൻ പോയി. എനിക്ക് വെണ്ടയ്ക്ക കറി വെച്ചാൽ ഞാൻ അധികം കൂട്ടത്തില്ല. അപ്പം അമ്മ വെണ്ടയ്ക്കെല്ലാം മുറിച്ച് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വെണ്ടയ്ക്കുള്ള നെറ്റയൊക്കെ ഞാൻ ഇങ്ങനെ ഫേസിലൊക്കെ കുഞ്ഞുനാളിലെ ഫേസിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ആ ഓർമ്മയൊക്കെ വരുന്നത് കേട്ടോ. കുട്ടിക്കാലം എന്നെല്ലാം അമ്മ കോപ്രായങ്ങളെ കാണിച്ച് എന്നാ കിട്ടിയാലും മുതൽ എന്നാ വെച്ചെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ എല്ലാം കട്ട് ചെയ്ത് തന്നു കേട്ടോ. വെണ്ടയ്ക്ക പിന്നെ തക്കാളി സവാളയെല്ലാം മുറിച്ച് തന്നു കേട്ടോ. ഇനി ഞാനിതെല്ലാം ചീഞ്ചട്ടിയിലേക്ക് ആക്കുക കേട്ടോ. ഈ എന്നാ പറയുന്നത് ഒരു പശ പോലെ സംഭവം ഉണ്ട് വെണ്ടയ്ക്ക അങ്ങ് മുറിച്ചല്ല. അപ്പോൾ ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് വേണം എണ്ണ വയ്ക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എന്നാ പറയുന്നത് നൂല് പോലെ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ പെട്ടെന്ന് വാടത്തേയില്ല. അപ്പോൾ ഞാനിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 2 കുഞ്ഞ് സവോളയും കൂടി ഇങ്ങ് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം വാടിയ പിന്നെയാണ് സവോളയൊക്കെ ഇടുന്നത്. അപ്പോൾ ഒത്തിരി ജോലിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത് ഇങ്ങ് വാട്ടിയെടുക്കാൻ ഒത്തിരി സമയമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയിലൂടെ ഇതും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. തേങ്ങയെല്ലാം പൊതിയാനുണ്ട്, ചിരണ്ടാനുണ്ട്, അങ്ങനത്തെ ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി സമയമാകുന്നതുകൊണ്ട് അത് നേരത്തെ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്തു കേട്ടോ. ഇനി വേറെ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്താൽ മതി. പിന്നെ 2 തക്കാളി, പിന്നെ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇടണം കേട്ടോ. വെണ്ടയ്ക്ക പുളിയാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പുളി ഇടണം കേട്ടോ. പാലക്കാട്ടുകാർ എന്നാ കറി വെച്ചാലും കൂടുതൽ പുളിയാണ് ചേർക്കാറ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആ പുളിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി മെയിനായിട്ട് വേണം. ഇവിടെ പുളിയില്ലാത്ത ഒരു കറിയില്ല. എല്ലാ കറിയിലും സാമ്പാറിലൊക്കെ ആണെങ്കിൽ പോലും ഇച്ചിരി പുളിയൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ ഇതുപോലെ വെണ്ടയ്ക്ക കറിയിലും ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് അടുപ്പിൽ വെച്ചിട്ട് ചോറും വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞു. പിന്നെ 3ാമത്തെ ട്രിപ്പിന് ചൂടുവെള്ളത്തിൽ കഴുകാൻ പോകണം കേട്ടോ. ഇവിടെ എന്നും ഏതരി വയ്ക്കാം. കടയിൽ നിന്ന് മേടിച്ച അരിയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണെങ്കിലും 2 ട്രിപ്പ് പച്ചവെള്ളത്തിൽ കഴിയും. പിന്നെ 3ാമത്തെ ട്രിപ്പ് ചൂടുവെള്ളത്തിൽ കഴിയിട്ടാണ് അരിയെല്ലാം ഇടുന്നത് കേട്ടോ. ഇത് വേഗം വേകുന്ന അരിയാണ്, റേഷൻ കടയിൽ നിന്ന് അരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കറിയെല്ലാം ആകുമ്പോഴത്തേക്കും ചോറ് അരമണിക്കൂർ മുന്നേ തന്നെ ചോറാകും. ചോറ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വേകും. ഒരുപാട് വിറകൊന്നും വയ്ക്കാണ്ട് വരത്തില്ല. കാരണം തിളച്ചാൽ പിന്നെ ഈ വേസ്റ്റ് അരിയല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം ഇത്രയും വാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് വന്നിട്ട് ഉള്ളിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോളയൊക്കെ നല്ലോണം സവോള ജസ്റ്റ് ഒന്ന് വാടിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കാൻ. പക്ഷെ ഞാൻ അതിന് മുന്നേ തന്നെ ഇട്ടു കേട്ടോ. അതിൻ്റെ ഒപ്പം അമ്മ ഇങ്ങനെ ഇടാൻ പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ അതും വാടിക്കോളെന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടി ഒപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒത്തിരി ജോലിയുണ്ട് ഗൈസ്. ഹൗസിന് ലീവ്, അതുകൊണ്ട് പയ്യൊക്കെ ഉറങ്ങിയൊക്കെ എണീറ്റേ. അല്ലെങ്കിൽ ഹൗസിനൊക്കെ സ്കൂളിലെങ്കിൽ 5:30-6 മണിയാകുമ്പോൾ എന്നാലും എണീക്കും. സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എണീക്കാനൊക്കെ ഒരു 7 മണിയൊക്കെ ഇങ്ങ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജോലിയൊക്കെ ഒത്തിരി പെൻഡിങ്ങാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയോടൊപ്പം തന്നെ ഈ 2 സാധനങ്ങൾ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അതാട്ടോ നാരങ്ങ ഇട്ടതെന്ന് പറഞ്ഞില്ലേ, മുളക് കീറി ഉപ്പിലിട്ട നാരങ്ങ കേട്ടോ പറയുന്നേ.
പച്ചമുളകും ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇത് എടുക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നാരങ്ങ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ്. അത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി തേങ്ങയെല്ലാം പൊതിച്ചതാ, കഷ്ടപ്പെട്ട് ഇങ്ങ് പൊതിച്ചതാ. തേങ്ങ ആകപ്പാടെ ഇനി പറയുന്നീ വാടി ഉണങ്ങി അങ്ങനെ ചിരണ്ടാൻ പറ്റാത്ത രൂപത്തിലായിട്ടോ. പിന്നെ ഞാൻ എല്ലാം കത്തി കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തു കേട്ടോ. പിന്നെ കുഞ്ഞുള്ളി അമ്മ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് തന്നു കേട്ടോ. ഇതിനപ്പോൾ ഒത്തിരി ഉള്ളിയൊക്കെ ചേർത്തി ചൂടാക്കാൻ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് വെന്തയും അതൊക്കെ ഇട്ട് ചൂടാക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ളി സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിന് തേങ്ങയുടെ ഒപ്പം തന്നെ ഇടുന്ന നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പറേ അടുപ്പിൽ വെണ്ടയ്ക്കയും കൂടി ഒന്ന് വാട്ടാൻ വെച്ചിട്ടോ. സ്ലിമ്മിൽ വെച്ചിട്ട് അങ്ങ് വെണ്ടയ്ക്ക അങ്ങ് വറുത്തോണ്ടിരിക്കുന്നു കേട്ടോ. വെണ്ടയ്ക്ക ഏകദേശം ആവാറായി. ഈ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചൂടാവത്തേ ഇല്ല. ചുരണ്ടിയതാണെങ്കിൽ പെട്ടെന്ന് ചൂടാവും കേട്ടോ. പിന്നെ അങ്ങനെ തേങ്ങ എല്ലാം ചൂടാക്കി കഴിഞ്ഞൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തി ഒന്നും കൂടി ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മിക്കവാറും കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാറ് കേട്ടോ. പച്ച തേങ്ങ വെച്ച് അധികം അരയ്ക്കത്തില്ല, ഇങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ അരയ്ക്കത്തുള്ളൂ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി അമ്മയുടെ തുടങ്ങി. നെക്സ്റ്റ് വന്നിട്ട് അമ്മ ചീരയ്ക്ക് വേണ്ടി മുറിക്കാം കേട്ടോ. ചീര നന്നായിട്ട് തന്നെ മുറിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ജോലിയില്ല. അമ്മ അതിനാവശ്യ പച്ചമുളക്, പിന്നെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പം അമ്മ അതെല്ലാം അങ്ങ് മുറിച്ച് തരുക. പിന്നെ ആ ചീര വേവിക്കാൻ വേണ്ടി വെച്ചേക്കുക കേട്ടോ. ചീനച്ചട്ടിയിൽ ഇങ്ങനെ എന്നാ പറയുന്നത്, നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട്. വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ആവത്തുള്ളൂ. പക്ഷേ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ അടച്ചൊന്നും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വേറെ വലിയ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇങ്ങനെ മിക്സാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. ഇനി വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കറിയൊന്ന് തിളച്ചാൽ നമ്മുടെ കറി സെറ്റ് ആവുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചിട്ടില്ല, കടുക് അവസാനം പൊട്ടിക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ ചോറെല്ലാം ഇങ്ങ് വാർത്ത് കഴിഞ്ഞു കേട്ടോ. ചോറ് വാർത്ത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചൂടുവെള്ളം വെച്ചിട്ടോ. അമ്മയ്ക്ക് കൈകാലൊക്കെ കഴുകാനായി ചൂടുവെള്ളം വെച്ചിട്ടോ. അമ്മയ്ക്ക് ചൂടുവെള്ളം ഇല്ലാതെ പറ്റത്തില്ല, തണുത്ത വെള്ളത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ല പെയിനൊക്കെയാണ് കൈകാലം. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പച്ചവെള്ളമൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പച്ചവെള്ളം തട്ടിയത്തിന് അമ്മയ്ക്ക് കൈകാലത്ത് തരിപ്പും പെയിനെല്ലാം കൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും ചൂടുവെള്ളം ഉണ്ടാകും. ഫുഡ് ആയി കഴിഞ്ഞാൽ ചൂടുവെള്ളം വെക്കുന്നത് എന്നും പതിവാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു. നല്ല ചൂടും ആവിയും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പേടി, എങ്ങനെ ഇളക്കുന്ന സമയത്ത് അടപ്പെല്ലാം എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആവിയൊക്കെ തട്ടി കൈയൊക്കെ ഇങ്ങനെ നല്ലോണം ചൂടൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ അടപ്പെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. കുറച്ചുകൂടി ഇനി വേകാനുണ്ട്, വെന്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചീരയുടെ അവസ്ഥ നോക്കാം കേട്ടോ. ചീര വെന്തുകൊണ്ടിരിക്കുക. ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ചീരയിലില്ലേ ഒത്തിരി ചീര ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് പോയത്. അപ്പോൾ അമ്മ ഇച്ചിരി മതി എന്ന് പറഞ്ഞു. ഞാൻ അമ്മ പറഞ്ഞ് കേൾക്കാതെ കൂടുതൽ വെള്ളം ഒഴിച്ചപ്പോൾ ചീരയിൽ കുറച്ച് വെള്ളം അങ്ങ് കൂടി പോയിട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം വെന്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കടുകെല്ലാം പൊട്ടിക്കണം. അപ്പോൾ ഞാൻ ചീരക്കമ്മെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ചീരയ്ക്ക് ഞാൻ കടുകെല്ലാം വറുക്കാൻ പോവാണ്. കടുക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ചെറിയുള്ളിയും പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഈ മൂന്നും കൂടി ഇട്ടാൽ മതി. കടുകിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചീര എപ്പോഴും വറുക്കുമ്പോൾ കടുക് ചേർക്കാറില്ല. ഇവിടെ ചേർക്കാറില്ല കേട്ടോ. മറ്റെവിടെ ചേർക്കുമെന്ന് അറിയത്തില്ല, മറ്റ് സ്ഥലങ്ങളിൽ ചേർത്തോന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ ചേർത്തത്തില്ല. അപ്പോൾ നല്ലോണം ഇങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പറേ അടുപ്പിൽ ഇങ്ങ് ചീര വെന്തുകൊണ്ടിരിക്കുക. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കാതെ വെള്ളം അങ്ങ് കൂടിപ്പോയി. അമ്മ ഇച്ചിരി മതി എന്ന് പറഞ്ഞു. ഞാനിത് മതിയാവും. ചീര കണ്ടപ്പോൾ ഒത്തിരി ഉള്ളതുപോലെ തോന്നിയായിരുന്നു. അതിപ്പോൾ ഇങ്ങ് ഒഴിച്ചപ്പോൾ കൂടിപ്പോയി. അല്ലെങ്കിൽ ചീര അപ്ലൈ വെന്തേനെ. ചീര വെന്ത് കഴിഞ്ഞിട്ടും വെള്ളം വറ്റാതെ വെള്ളം ഒഴിച്ച് കളയാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി ഗൈസ്. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറിയെല്ലാം കടുകെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചീര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് റെഡിയായി, എല്ലാം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഈ വെള്ളം വറ്റാത്താണ് ഒരു പണി. ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പണി കിട്ടിയേ. അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചീരയ്ക്ക് മെയിനായിട്ട് ഒത്തിരി തേങ്ങ വേണം. തേങ്ങ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ തേങ്ങ എടുത്തു കേട്ടോ. ഇനി ഇത് നല്ലോണം വാടിക്കഴിഞ്ഞിട്ട് തേങ്ങ അതിൻ്റെ ഒപ്പം ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയുടെ ഒപ്പം തന്നെ തേങ്ങ ചേർത്തിട്ട് ഒത്തിരി തേങ്ങ ഇട്ടു കേട്ടോ. തേങ്ങ ഇട്ടാലേ ചീരക്കറി എന്നാലും ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉള്ളി, പച്ചമുളക് അതിനൊപ്പം തേങ്ങ കൂടുതൽ വേണ്ട. ഇവിടെ ചീരക്കറിക്കൊക്കെ എന്നാലും തേങ്ങ പിശുക്കത്തില്ല, എന്നാലും ഒത്തിരി തേങ്ങ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ നല്ലോണം വാട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു നിറം ഒന്ന് മങ്ങുന്ന പോലെ, ഒരു ചെറുതായിട്ട് ബ്രൗൺ നിറാവുന്നത്ര ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങയെല്ലാം ചൂടാക്കി ഉള്ളികളെല്ലാം വാട്ടിക്കഴിഞ്ഞ് ആ ചീരയുടെ ഒപ്പം ഇട്ടു കേട്ടോ. ഒത്തിരി സമയമായി, വെള്ളം കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് പണി കിട്ടിയില്ലെങ്കിൽ നേരത്തെ തന്നെ ചീരക്കറി ആയേനെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.